ആതുര സേവനം കച്ചവടമാക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ഏവരും ജീവിച്ചു പോകുന്നത്. കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടർമാരും ഇന്ന് കുറവാണ്. എന്നാൽ കുറഞ്ഞ ചിലവിൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടറാണ് കണ്ണൂരിലുള്ള രൈരു ഗോപാൽ. അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിയിൽ നിന്നും വിരമിക്കുകയാണ്. 2 രൂപ ഡോക്ടർ എന്ന പേരിലാണ് രൈരു ഗോപാൽ അറിയപ്പെട്ടിരുന്നത്. സൗജന്യ നിരക്കിൽ കണ്ണൂരിന്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടറാണ് രൈരു ഗോപാൽ. 18 ലക്ഷം രോഗികൾക്ക് മരുന്ന് കുറിച്ചു കൊടുത്താണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എന്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല, അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണെന്നുള്ള ബോർഡ് ഗേറ്റിൽ തൂക്കിയാണ് 50 വർഷത്തിലേറെ രോഗികൾക്കൊപ്പം ജീവിച്ച ഡോക്ടർ വിരമിച്ചത്. ഇങ്ങനെ രോഗികളെ സ്നേഹിക്കുന്ന ഡോക്ടർ വേറെ ഉണ്ടാവില്ലെന്ന് കണ്ണൂരുകാർ പറയുന്നു. പരിശോധനയ്ക്കായി ഒരു വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് രൈരു ഡോക്ടറെ ഈ സേവനത്തിന്റെ വഴിയിലെത്തിച്ചത്. പരിശോധനയ്ക്കും മരുന്നിനും കൂടി 40-50 രൂപ മാത്രമാണ് രോഗികളിൽ നിന്നും വാങ്ങുന്നത്. രോഗികളുടെ സമയവും വിലപ്പെട്ടതായാണ് ഡോക്ടർ കണ്ടത്. അതു മനസ്സിലാക്കിയാണ് ഡോക്ടറുടെ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സൗകര്യപ്രദമാകുന്ന രീതിയിൽ പുലർച്ചെയാണ് ഡോക്ടറുടെ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് പുലർച്ചെ 3 മണി മുതലായിരുന്നു തുടങ്ങിയിരുന്നത്. അന്ന് 300-ലേറെ രോഗികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 6 മുതൽ 10 മണി വരെയൊക്കെയാണ് പരിശോധനാ സമയം. രോഗികളുടെ എണ്ണം 90-100 കടക്കും. നേരത്തെ മരുന്നെടുത്തു കൊടുക്കാനും ടോക്കൺ എടുത്തു കൊടുക്കാനുമൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യം കുറഞ്ഞതോടെയാണ് രോഗികളുടെ എണ്ണം കുറച്ചത്. വയ്യാതായതോടെ OPയും നിർത്തി. പണമുണ്ടാക്കാനാണെങ്കിൽ മറ്റേതെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു രൈരു ഗോപാലിന്റെ അച്ഛന്റെ ഉപദേശം. അതുകൊണ്ട് തന്നെ പരിശോധനാ ഫീസ് തുച്ഛമായ രീതിയിൽ വാങ്ങി തുടങ്ങി. വില കുറഞ്ഞ ഗുണമേന്മയുള്ള മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുന്നത്. നിരവധി മോഹന വാഗ്ദാനങ്ങൾ ഡോക്ടറെ തേടിയെത്തി. എന്നാൽ അതിലൊന്നും വീഴാൻ തയ്യാറായില്ല. സേവനത്തിലൂടെ ലഭിക്കുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് ഡോക്ടർ പറയുന്നു. 50 വർഷത്തോളം രോഗികൾക്ക് നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാക്കിയാണ് ഡോക്ടറുടെ പരിശോധന നിർത്തുന്നത്.